മോളെ ഈ പാലങ്ങ് കുടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. പിടിക്ക്. അവിടുന്ന് വിളിയൊന്നും വന്നില്ലല്ലോ മുത്തശ്ശി. മോളെ വിളിയൊക്കെ രാവിലെ വന്നാ മതി മോളെ. ഞാൻ ഈ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുക. ഉണ്ണി ചിലപ്പോ മോളെ വിളിക്കും ഫോണില്. അങ്ങനെ വിളിക്കാണെന്നുണ്ടെങ്കിൽ മോള് ഫോൺ എടുക്കണ്ട. അതെന്താ അങ്ങനെ? നിങ്ങൾ തമ്മിൽ പിണക്കത്തില്ലല്ലേ മോളെ? ആ പിണക്കം കാരണം മോള് എടുത്തില്ലെന്നേ അവൻ കരുതൂ. ഏതായാലും ഇന്ന് ഈ രാത്രി ഓടിപ്പടച്ച് അങ്ങോട്ട് പോണ്ട. അത് രാവിലെ പോവാം. അവിടെ ഇനി ആര് വിളിച്ചാലും മോള് ഫോൺ എടുക്കണ്ട. എന്തായാലും മോക്ക് വിളി വരുന്നുള്ള കാര്യം ഉറപ്പാ. എന്നാ പിന്നെ നീ മൊബൈൽ ഓഫാക്കി വെച്ചിരിക്കുന്ന പോലെ മോളും ഓഫാക്കിക്കോ. അത് വേണ്ടമേ. അവിടുന്ന് ആരെങ്കിലും മോളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാലോ കണ്ണം വീടുന്നു. എന്തായാലും ഇന്നിനി ഉണ്ണി വിളിക്കാതിരിക്കില്ല. കണ്ണന്റെ മരണം ഉണ്ണിക്ക് സന്തോഷമായിരിക്കും അല്ലേടാ? പിന്നെ അല്ലാതെ. അവൻ പോയി കഴിഞ്ഞാലേ അധികാരം മുഴുവൻ പിന്നെ ഉണ്ണിയുടെ കയ്യിലല്ലേമേ. അതത്ര ചെറിയ കാര്യമല്ല. മോൾ ആഗ്രഹിച്ചതുപോലൊരു ജീവിതമാ ഇനി മോളെ കാത്തിരിക്കുന്നത്. കണ്ണന് കൂട്ടായിട്ടാ ലക്ഷ്മി നമ്മൾ അവന് കൊടുത്തത്. അത് മനസ്സിലാക്കിയിട്ട് അവന്റെ പരിമിതികൾ എന്താണെന്ന് അവൻ കൃത്യമായിട്ട് ഓർത്തിട്ട് അവൻ നമ്മുടെ മോളെ കരയിക്കാതിരിക്കണമായിരുന്നു അമ്മേ. അതാണ്. അതിൽ അവന് പിഴവ് പറ്റിപ്പോയി. അതിനുള്ള മറുപടിയാ നമ്മൾ അവന് കൊടുത്തേ ഈ മരണത്തിലൂടെ. മോള് പാല് കുടിക്കേ. കുടിക്കേ. സമാധാനത്തോടെ കിടന്നുറങ്ങിക്കും. അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ആര് വിളിച്ചാലും എടുക്കണ്ട. ആരെങ്കിലും വിളിച്ചാൽ ഉറപ്പിച്ചോ കണ്ണൻ ഇപ്പൊ താഴെയല്ല മോളിലാന്ന്. എനിക്കത് മതി. കരുണ ഇങ്ങനെ പിണങ്ങി വീട്ടിൽ നിൽക്കുന്നത് ശരിയാണോ കണ്ണേട്ടാ? കണ്ണേട്ടൻ എന്താ അവളെ തിരിച്ചുകൊണ്ടിരുന്നതിലൊരു താല്പര്യം കാണിക്കാത്ത? ഉണ്ണി എന്റെ അനിയനാ. അവന്റെ ജീവിതത്തിൽ ഒരു കല്യാണി ഉണ്ടാവുന്നത് അവനെപ്പോലെ തന്നെ എനിക്കും സങ്കടം. എന്നാ ഇവിടെ ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, എന്തിനാ അവളിപ്പം പോയത്? അവളല്ലേ മനഃപൂർവ്വം നമ്മുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് നമ്മളെ കരയിക്കാൻ നോക്കുന്നേ. പ്രത്യേകിച്ച് തന്നെ. ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അയാളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ചെയ്താ ആ സമ്മാനം കൊടുക്കുന്ന സമയത്ത് അവരൊന്ന് സന്തോഷിക്കും. അത് കഴിഞ്ഞ് പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ച് വരികയും ചെയ്യും. അത് മനസ്സിനകത്ത് നന്മയില്ലാത്തവരുടെ പൊതു സ്വഭാവമാണ്. ഇവിടെ താൻ നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം ലക്ഷങ്ങൾ വിലയുള്ള സമ്മാനം അവക്ക് കൊടുത്തത്. അത് ഉണ്ണിയുടെ കൈവശം. അതിന്റെ ക്രെഡിറ്റൊന്നും ഞാനോ താനോ അവകാശപ്പെടാൻ പോയില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്തത് ശരിയല്ലെന്ന് ദൈവങ്ങൾക്ക് തോന്നിയതുകൊണ്ട് മേഘനാഥന്റെ വായിന്ന് അവൾ സത്യം അറിഞ്ഞു. അതോടെ ആ നെക്ലസിന്റെ മഹിമ പോയി. അതിന് റോൾഡ് ഗോൾഡിന്റെ വില പോലും ഇല്ലാതായി. ഇതൊക്കെ നമ്മൾ തന്നെ വരുത്തിവെച്ച വിനയ. അല്ലെങ്കിൽ അവളുടെ ബർത്ത്ഡേ സാധാരണ പോലെ നടന്നു പോയേനെ. ഞാൻ ഏതായാലും അവളെ ഒന്ന് വിളിക്കട്ടെ. തന്റെ അനിയത്തിയ വിളിക്കണ്ടെന്നൊന്നും ഞാൻ പറയില്ല.
താൻ വിളിച്ചാലും അവിടുന്ന് കിട്ടാൻ പോകുന്ന മറുപടി തന്നെ വേദനിപ്പിക്കുന്നതായിരിക്കും. എന്നാലും കുഴപ്പമില്ല കണ്ണേട്ടാ. അവൾ എന്തുമാത്രം വേദനിപ്പിച്ചിരിക്കുന്നു കുട്ടിക്കാലം മുതലേ. അതുകൊണ്ട് അവൾ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം. എങ്കിലും വിളിക്കാതിരിക്കുന്നത് ശരിയല്ല കണ്ണേട്ടാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.